ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരുടെയും വീട്ടുവളപ്പിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു ചെടിയാണല്ലോ പപ്പായ. ഏകദേശം കവുങ്ങിനോളം പൊക്കം വന്ന ഇതിനെ പപ്പായ മരം എന്ന് തന്നെ വിളിക്കാം. പ്രത്യേകിച്ച് പരിചരണമൊന്നുമില്ലാതെ നന്നായി ഫലം തന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടൻ ഇനമാണ് ഇത്. അടുത്തുള്ള കവുങ്ങിനോട് കിടപിടിച്ച് ഞാനോ നീയോ എന്ന രീതിയിലാണ് ഉയർന്നു നിൽക്കുന്നത്. പോർച്ചുഗീസുകാരാണ് ഇത് ഇന്ത്യയിൽ കൊണ്ടുവന്നതെങ്കിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പപ്പായ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. മറ്റു വിളകൾക്കിടയിൽ ഇടവിളയായി കൃഷിയിറക്കി അധിക സാമ്പത്തിക നേട്ടം നേടിയെടുക്കാമെന്ന വലിയൊരു മെച്ചവും പപ്പായ കൃഷിക്കുണ്ട്. ശക്തമായ കാറ്റിൽ നിലം പൊത്താൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകിച്ചും നല്ല കായ്പിടുത്തമുള്ള മരങ്ങളിൽ നിന്ന് മൂത്തതും പഴുത്തതുമായ പപ്പായ സമയാസമയങ്ങളിൽ പറിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ പപ്പായ പച്ചയായാലും പഴുത്തതായാലും ശരീരത്തിലെ സാധാരണ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവയുടേതെല്ലാം ഒരു കലവറ തന്നെയാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ആവശ്യമായ വിറ്റമിൻസ് പപ്പായയിൽ സമൃദ്ധമായുള്ളത് കൊണ്ട് അതൊരു നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ്. മലബന്ധത്തെ ശമിപ്പിക്കാനും വിശപ്പ് നിയന്ത്രിക്കുന്നതിനും ദഹനത്തിനും പപ്പായയിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ സഹായിക്കുന്നു. മാത്രമല്ല കുട്ടികൾക്ക് അഴകും ആരോഗ്യം ഉണ്ടാകാനും പ്രമേഹം, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, കുടൽപുണ്ണ് തുടങ്ങിയ അസുഖമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പഴമാണ് പപ്പായ. ഡെങ്കിപ്പനി കാരണം രക്തത്തിലെ ഈ പ്ലേറ്റ്ലെറ്റ്സുകളുടെ തോത് കുറഞ്ഞവർക്ക് അത് ഉയർത്താൻ പപ്പായ ഒരു ഔഷധമായി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് അധികം സംരക്ഷണം നൽകിയില്ലെങ്കിലും അധികം ഫലം നൽകുന്ന ഈ വിളയെ, പ്രത്യേകിച്ചും നാടൻ ഇനങ്ങളെ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അന്യം നിന്നു പോകുന്ന ഈ നാടൻ വിത്തുകൾ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ മണലും ചാണകപ്പൊടിയും ചേർത്ത് ഇളക്കി തയ്യാറാക്കിയ ബാഗുകളിൽ പാകി മുളപ്പിക്കാം. അങ്ങനെ 10 ദിവസം കൊണ്ട് മുളച്ച തൈകളാണ് ഇവ. 1 മാസം പ്രായമാകുമ്പോൾ തന്നെ തൈകൾ, അതായത് നല്ല കരുത്തുള്ള തൈകൾ മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.